വീട്ടിലെ ഊണ് എന്റെ ബോഡിയിലത്തെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി നോക്കാം. മിക്ക മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫുഡാണ് ചോറും കറിയും. ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ ഉറക്കം പോലും വരില്ല എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഈ ചോറും കറിയും നമ്മുടെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് തരും നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് ചോറ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത അരി എന്ന് പറഞ്ഞാൽ പാലക്കാടൻ മട്ടയാണ്. പാലക്കാടൻ മട്ട ഒരു അൺപോളിഷ്ഡ് റൈസ് ആണ്. അതിൽ ബ്രാനും അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം പാലക്കാടൻ മട്ട എടുക്കുകയാണെങ്കിൽ അതിൽ 350 കിലോ കാലറിയും 78 ഗ്രാം കാർബോഹൈഡ്രേറ്റും 9 ഗ്രാം പ്രോട്ടീനും 3 ഗ്രാം ഫൈബറും ഉണ്ട്. വൈറ്റ് റൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മട്ട റൈസ് വളരെ ബെറ്റർ ആണ്. കാര്യം അതിൽ ഫൈബറും ബ്രാനും അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന 100 ഗ്രാം കുക്ക്ഡ് പാലക്കാടൻ റൈസ് ആണ്. അതിന്റെ കൂടെ 137 ഗ്രാം ഉള്ള ഒരു ഫ്രൈഡ് കിങ് ഫിഷും 3 മുട്ട ചിക്കിയതും ചീരത്തോരനും കൂർക്ക തോരനും ഉണ്ട്. ഒഴിച്ചു കൂട്ടാൻ ഒരു ചെറിയ കറിയും. ഇത്രയും കഴിച്ചതിന് ശേഷം എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഈ CGM സെൻസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചോറും കറിയും കഴിക്കുന്നത് മുന്നേ എന്റെ ഗ്ലൂക്കോസ് റീഡിംഗ് എന്ന് പറയുന്നത് 87 ആയിരുന്നു. അതിനുശേഷം റീഡിംഗ് പോയത് ഈ രീതിയിലാണ്. അതിന്റെ പീക്ക് ഏതാണ്ട് ഒരു 125 വരെ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചോറും കറിയും കഴിക്കുന്ന സമയത്ത് നോക്കേണ്ടത് 25% മാത്രമേ നമ്മുടെ പ്ലേറ്റിൽ ചോറ് ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം വെജിറ്റബിൾസും പ്രോട്ടീനും നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ഫുഡാണ് ഞാൻ ട്രൈ ചെയ്യേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക.